ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് അക്ഷരാഭ്യാസം കൊണ്ടാണ്, വിദ്യാഭ്യാസം കൊണ്ടാണ്, ശാസ്ത്രം കൊണ്ടാണ്, ടെക്നോളജി കൊണ്ടാണ്, മെഡിസിൻ കൊണ്ടാണ്, എഞ്ചിനീയറിംഗ് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന, അതിനുള്ള ഉപാധിയാണ് MES എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളിലേക്ക് ഇങ്ങനെ തെറ്റായ രാഷ്ട്രീയ സന്ദേശം. സാധാരണഗതിയിൽ ED രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ചില രേഖകൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ധാരണ. ഇൻകം ടാക്സ് തുടങ്ങിയ വേറെ പിടുത്തം വരുമ്പോഴാണ് ED രംഗത്തേക്ക് വരുന്നത്. അപ്പൊ അതില് ആ നടക്കാവ് കേസും ഒക്കെ നോക്കിയിട്ടുണ്ടാവും. പലരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു ആ സൂപ്പർ സ്പെഷ്യാലിറ്റി പരിപാടിയിൽ. അത് അതിന്റെ സാങ്കേതികമായ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ വാർത്ത ഉണ്ടായിരുന്നു, ധാരാളമായിട്ട് വാർത്ത ഉണ്ടായിരുന്നു. MES ഒരുപാട് പേര് പരസ്യമായി പരാതിപ്പെട്ടിരുന്നു, പത്രസമ്മേളനം നടത്തിയിരുന്നു. MES-നകത്തൊരു വലിയ നെടുക പിളരും നമ്മൾ കരുതിയിരുന്നു. പക്ഷെ അധികാരം മുഴുവൻ ഇപ്പുറത്തായതുകൊണ്ട് പതുക്കെ പതുക്കെ ഓരോരുത്തരെയായി ഇവർ തിരിച്ചു പിടിക്കുകയും കുറച്ച് പേര് സൈലന്റായി പോവുകയാണ് ചെയ്തത്. വലിയൊരു പിളർപ്പിലേക്ക് അത് പോയില്ല. പക്ഷെ അപ്പോഴും ഈ അമർഷം ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അവരൊക്കെ ആയിരിക്കും ഈ കേസായിട്ടും ഒരുപക്ഷെ EDക്ക് ഇൻഫർമേഷനൊക്കെ ആയിട്ട് വരുന്നത്, അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് ഫസൽ ഗഫൂർ എൻ്റെ ഒരു ഭാവി ഇനി അങ്ങോട്ട് അത്ര സേഫ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.